നിങ്ങളുടെ ഒരു മന്ത്രി തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും സെനറ്റിലേക്ക് നിങ്ങളെ ഒരു മന്ത്രിയെ നിങ്ങൾ അയച്ചല്ലോ സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാൻ. ആരാണ് ഈ മന്ത്രിക്ക് അവകാശം കൊടുത്തത്? സെനറ്റിലേക്ക് ആളുകളുടെ പേര് ശുപാർശ ചെയ്യാൻ ഒരു നാണവും ഇല്ലാതെ ഒരു മന്ത്രിയെ നിങ്ങൾ അയച്ചല്ലോ. കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ കൈപ്പിടിയിലാക്കി അവിടെ മുഴുവൻ നിങ്ങൾക്ക് അനധികൃത നിയമനങ്ങൾ നടത്താൻ, പിൻവാതിൽ നിയമനങ്ങൾ നടത്താൻ, പാർട്ടി കേഡറുകളെ നിയമിക്കാൻ, പാർട്ടി സഖാക്കളെ വൈസ് ചാൻസലർമാരാക്കാൻ, PVCമാരാക്കാൻ, പ്രൊഫസർമാരാക്കാൻ എല്ലാം നിങ്ങൾ ഇത്രയും കാലം നടത്തിയ പരിശ്രമം പൊളിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഗവർണർക്കെതിരായിട്ടുള്ള ആക്ഷേപം. അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. SFI അല്ല ഏത് ആൾ വിചാരിച്ചാലും കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും, സ്വയംഭരണത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. അത് BJPക്കാർ കൊടുക്കുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല, BJP പ്രസിഡന്റിന്റെ കാര്യസ്ഥനായതുകൊണ്ടല്ല. ഗവർണർ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാപരമായിട്ടാണ്, നിയമപരമായിട്ടാണ്, സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടിയാണ്, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ തൊട്ട് കളിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും സർക്കാർ നേരിടേണ്ടി വരിക. ഗവർണർക്കെതിരെ അങ്ങേയറ്റം മോശമായിട്ടുള്ള ബാനറുകൾ, എന്നിട്ട് പഠിക്കുക ഇത് ജനാധിപത്യമാണെന്ന്. മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ഒരു കള്ളുകുടിയനാണെന്ന് പറഞ്ഞ് ഒരു ബാനർ വെക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രി ഒരു സദാചാര വിരുദ്ധനാണെന്ന് പറഞ്ഞ് ഇവിടെ ആർക്കെങ്കിലും ഒരു ബാനർ വെക്കാൻ കഴിയുമോ? അങ്ങേയറ്റത്തെ തെമ്മാടിത്തമാണ് ഗവർണർക്കെതിരായി SFI ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ CPM കാണിക്കുന്നത്. ഇത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിയലാണ്. ഇവിടുത്തെ എല്ലാ മന്ത്രിമാർക്കെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഇത്തരം അനാവശ്യങ്ങൾ ആരെങ്കിലും എഴുതി വെച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇതൊന്നും ശരിയായ നടപടിയല്ല. ഭീഷണിയും കയ്യൂക്കും കായബലവും കൊണ്ട് രാജ്ഭവനെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല. ഇപ്പോൾ ഒരു സെനറ്റിന്റെ നിയമനം മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇനി എല്ലാ സെനറ്റിലും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു വരും. നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ മോചിപ്പിക്കും, സ്വയംഭരണം കൊണ്ടുവരും. അവിടെ BJP ഇല്ല, RSS ഇല്ല, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുമില്ല. ഞങ്ങൾ AKG സെന്ററിൽ നിന്ന് കത്ത് കൊടുത്തയക്കുന്നത് പോലെ മാരാർജി ഭവനിൽ നിന്ന് ആ സ്വഭാവം ഞങ്ങൾക്കില്ല. നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾ പറയുന്നത്. മാരാർജി ഭവനിൽ നിന്നോ മാധവ നിവാസിൽ നിന്നോ ആർക്കും കത്ത് കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ സർവകലാശാലകളുടെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് നടപ്പാവുന്നത്. ഈ ഗവർണറെ ഉടനെ മാറ്റണമെന്നൊക്കെ ചില ആൾ പറഞ്ഞിരിക്കുക. തിരിച്ചു വിളിക്കണം. ഗവർണർ 5 കൊല്ലം കൂടി കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു 5 കൊല്ലം കൂടി കേരളത്തിൽ ഇരുന്നാൽ നിങ്ങളൊക്കെ ആഫീസ് പൂട്ടി പോകേണ്ടി വരും. ഇത്രയും കാലം വിദ്യാർത്ഥികളെ പേര് പറഞ്ഞ് കൊള്ളയടിച്ച് സർവകലാശാലകളെ മുഴുവൻ പാർട്ടി ആഫീസുകളാക്കി നിങ്ങൾ നടത്തിയ പരിശ്രമം ഇനി വിജയിക്കില്ല. JNUവിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ SFI ഒന്നല്ലല്ലോ, അതിനേക്കാൾ വലിയ തീവ്രവാദികൾ അവിടെ ഉണ്ടായിരുന്നു. JNUവിനെ മോദി സർക്കാരിന്, ഇപ്പോഴത്തെ സർക്കാരിന് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 8 സർവകലാശാലകളൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കേരളത്തിലെ സർവകലാശാലകളും ജനാധിപത്യം പുനഃസ്ഥാപിക്കും, അവിടെ സ്വാതന്ത്ര്യം കൊണ്ടുവരും. സ്വയംഭരണം, സർവകലാശാലകളുടെ സ്വയംഭരണം അത് നടപ്പാക്കാൻ ഗവർണർ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ വേവലാതിയും ഈ തെമ്മാടിത്തവും അവർ കാണിക്കുന്നത്.